Eastern salt and pepper. Bum 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 bum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അടുത്തൊരു അധ്യായം കൂടെ തുടങ്ങുകയാണ്. കാത്തിരുന്ന് വേനൽക്കാലം എത്തി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വേനൽക്കാലം എന്ന് കേട്ടാൽ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയായിരുന്നു. പുറത്ത് അപാര ചൂടാണെങ്കിലും. കാരണം എന്താണെന്നല്ലേ, ക്ലാസ്സിൽ പോകണ്ട, പഠിക്കണ്ട, നല്ല ഇങ്ങനെ പുറത്തിങ്ങനെ കളിച്ച് നടക്കാം. പക്ഷെ വളർന്നു വന്നപ്പോഴാണ് പണി പാളിയത്. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, വീട്ടിനകത്താണെങ്കിൽ ചൂട്, അങ്ങനെ ആകെ പ്രശ്നം. ഈ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തിറങ്ങിയാൽ നല്ല ഭക്ഷണം എവിടെ കിട്ടും എന്നല്ല ആദ്യം അന്വേഷിക്കുന്നത്. നല്ലപോലെ കുടിക്കാൻ പറ്റിയ വെള്ളം എവിടെ കിട്ടുമെന്നായിരിക്കും അല്ലേ. നല്ല ഐസൊക്കെ ഇട്ട് നല്ല ജ്യൂസ്, അല്ലെങ്കിൽ നല്ല മോര്, തണ്ണിമത്തങ്ങ, നല്ല തണുത്തത് എന്ത് കിട്ടിയാലും നല്ല സുഖമായിരിക്കും ഈ ചൂടത്ത് ഇങ്ങനെ നടന്നൊക്കെ ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ അന്വേഷിക്കാൻ പോകുന്നത് നല്ല ഐസിട്ട നല്ല ഫ്രഷ് ജ്യൂസും ഈ മോരും ഒക്കെ എവിടെ കിട്ടുമെന്നാണ്. ഞാനെന്തായാലും ഒന്ന് കറങ്ങാൻ പോവാം, നമുക്ക് ഒരുമിച്ച് തന്നെ കൂടാം. ഇന്ന് ഈ ചൂടത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് പഠിക്കാം. അപ്പോൾ തുടങ്ങാം അല്ലേ. നല്ല വെയിൽ, കമോൺ. ആഹാ, നല്ല ഉപ്പിലിട്ട മാങ്ങ, നല്ല ടേസ്റ്റ്. നമ്മുടെ ഈ ബൈപ്പാസിലൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് ബോർഡുകളും ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് കാണാറുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോഴിക്കോടൻ കുലുക്കി സർബത്ത്. എന്താണ് ഈ സംഭവം എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്, അൽത്താഫ്. പുള്ളി ഭയങ്കര ധൃതിയിൽ കോഴിക്കോടൻ കുലുക്കി സർബത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റി മാങ്ങ, അതിൻ്റെ കൂടെ കോഴിക്കോടൻ കുലുക്കി സർബത്തോട് ചോദിച്ചേക്കാം. അൽത്താഫേ, സുഖമല്ലേ? അപ്പോൾ എന്താണ് കോഴിക്കോടൻ കുലുക്കി സർബത്ത് അല്ലേ? ഇതെങ്ങനെ ചെയ്യണത്? നറുന്നണ്ടി, നാരങ്ങ, മുളക്, ഇഞ്ചി, ഐസ്, ഏതെങ്കിലും ഒരു ജ്യൂസ്. ഏത് ജ്യൂസാണ് കഴിക്കുന്നത്? സർബത്താണോ? പൈനാപ്പിൾ ഉണ്ട്. നറുന്നണ്ടി, നാരങ്ങ, ഇഞ്ചി, കശകശ എല്ലാം കൂടെ ഇട്ടിട്ട് മുളകും കൂടി ഇട്ട് ആദ്യമായിട്ട് അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കൂടെ ഏതെങ്കിലും ജ്യൂസ് അല്ലേ, ഏത് പൈനാപ്പിൾ ആണെങ്കിലും പൈനാപ്പിൾ, ഏത് ഇഷ്ടപ്പെട്ട ജ്യൂസും ഇട്ട്, പിന്നെ എന്താ പറയുക, പിന്നെ എന്താ ചേർക്കണേ, ജ്യൂസും കൂടെ ചേർത്ത് അടിച്ചെടുക്കുക. അതെ, അതാണ് ഈ കോഴിക്കോടൻ. കാരണം ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ച കോഴിക്കോടാണെന്നാണ് അൽത്താഫ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കോഴിക്കോടൻ കുലുക്കി സർബത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസിയാണ്, അതിൻ്റെ കൂടെ നല്ല എന്താ പറയുക, എരിവുമുണ്ട്, നല്ല മധുരവുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഐസൊക്കെ ഇട്ട് സൂപ്പറായിട്ട്. അപ്പോൾ നല്ല ചൂടത്തൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ കുലുക്കി സർബത്ത് നന്നായിട്ട് കുലുക്കി തന്നെ വാങ്ങിച്ച് കുടിച്ചോളൂ. അപ്പോൾ എന്തായാലും അൽത്താഫ് ഭയങ്കര എന്താ പറയുക, ഫാസ്റ്റായിട്ട് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് അൽത്താഫിന്. കണ്ടാ, എന്തായാലും അൽത്താഫ് ഇപ്പോൾ അടിച്ചത് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച കുലുക്കി സർബത്താണ്. അൽത്താഫേ, എനിക്ക് പൈനാപ്പിൾ ഉണ്ട്, വേറെ ജ്യൂസ് ഉണ്ട്? മുന്തിരിയുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും മുന്തിരി അടിച്ചൊരു കുലുക്കി സർബത്ത് തന്നെ എനിക്ക് ആയിക്കോട്ടെ. അടിച്ചോളൂ ഒന്നും കൂടെ.
യു അൽത്താഫേ. ഇതാണ് കണ്ടാ, നല്ല മുന്തിരി ജ്യൂസൊക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല എരിവുമുണ്ട്. ഇതാണ് കുലുക്കി സർബത്ത് അല്ലേ, സൂപ്പർ. നാരങ്ങയൊക്കെ മുളി കിടപ്പുണ്ട്. എന്തായാലും നല്ല ചൂടത്ത് വരികയാണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ച് കുടിക്കുക. നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ഇപ്പം വളരെ പോപ്പുലറായിട്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ താരമാണ് കോഴിക്കോടൻ കുലുക്കി സർബത്ത്. വൽത്താഫേ, നന്ദി. ഈ വേനൽക്കാലത്ത് കരിക്ക് പോലെ തന്നെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ നൊങ്കെന്ന് പറയുന്നത്. ഈ നൊങ്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം കിട്ടാറില്ല, പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഈ തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഈ നൊങ്ക് നല്ല ഒരു പാനീയമാണ്, ശരീരത്തിന് നല്ല കുളിർമയും ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഈ നൊങ്ക് കിട്ടുന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ. എന്തൊക്കെ തരം സർബത്തുകളാണ് നൊങ്ക് കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പൈനാപ്പിൾ നൊങ്ക്. ആ, ഭയങ്കര തിരക്കുള്ള പഴയൊരു കടയാണ് ഈ നൊങ്ക്. നമ്മുടെ കിള്ളിപ്പാടത്തുള്ള നൊങ്ക് കടയാണിത്. ഇവിടെ നൊങ്കിൻ്റെ എന്തൊക്കെ തരം സർബത്തുണ്ട് ചേച്ചി? ആ, 40 രൂപ. ഓക്കെ. അപ്പോൾ നൊങ്കിനകത്ത് നമ്മൾ പൈനാപ്പിളും കൂടെ കട്ട് ചെയ്ത് നൊങ്കും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു സർബത്ത് വരുന്നത്. അതിനാണ് നൊങ്ക്, പൈനാപ്പിൾ നൊങ്ക് എന്ന് പറയും അല്ലേ, നൊങ്ക്. അപ്പം നൊങ്ക് ശരിക്കും പറഞ്ഞതിനകത്ത് കുറച്ചേ ഉള്ളൂ, കൂടെ പൈനാപ്പിളും കൂടെ കൂടും അല്ലേ, കുറവായിരിക്കും, നൊങ്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് നൊങ്ക് എന്ന് പറയുന്ന സാധനം. എന്താ നല്ല നല്ല തണുത്ത നൊങ്കാണ്. പിന്നെ കൂടെ കശകശ എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ട്. വേണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ തുളസിയുടെ ഒരു വിത്ത് പോലത്തെ സാധനമാണ്. കടുപോലിരിക്കും, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാവും. നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നൊരു സാധനമാണിത് കശകശ. അപ്പോൾ ഇതിന് കൂടെ പൈനാപ്പിൾ നൊങ്ക് കൂടെ മിക്സ് ചെയ്താണ് ഈ പൈനാപ്പിൾ നൊങ്ക് സർബത്താണ്. ഇതും നല്ല തണുപ്പുള്ള സമയത്ത് അല്ല എന്താ പറയുക, നല്ല ചൂടത്തൊക്കെ വന്നിട്ട് ഇതുപോലെ നല്ല തണുത്തൊരു നൊങ്ക് വാങ്ങിച്ച് കുടിക്കാം. നമുക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നൊങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കിഡ്നിക്ക് അസുഖമൊക്കെ ഉള്ളവർക്കും നൊങ്ക് നല്ല സാധനമാണ്. ഇതാണ് ഐറ്റം. സൂപ്പർ ആണ് നൊങ്ക് സർബത്ത്. നമ്മുടെ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ റോഡ് സൈഡിൽ കിട്ടുന്ന ഒരു പാനീയമാണ്. വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ഫ്രഷായിട്ടുള്ള സാധനമാണ്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, ശരീരത്തിന് നല്ലതാണ്. കരിക്കൂര് തന്നെ വിശപ്പും മാറും, ദാഹവും മാറും. അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചത് പൈനാപ്പിൾ ഇട്ട നൊങ്ക് സർബത്തായിരുന്നു. ഇത് സാധാ നൊങ്ക് മാത്രമുള്ള സർബത്ത്. ഇതിനടിയിൽ നമ്മൾ നറുന്നടി സർബത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് നോർമൽ സർബത്ത്. പൈനാപ്പിൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നൊങ്ക് മാത്രമായിട്ടിട്ട് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കശകശയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സർബത്തും ഇതും കൂടെ മിക്സ് ചെയ്ത് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, നൊങ്ക് മാത്രമായിട്ട്. ഞാൻ ഈ നൊങ്ക് എന്നുള്ള സാധനം സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ കശകശ അല്ല, ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തിങ്ങനെ പൊങ്ങിക്കിടക്കും. നല്ല തണുപ്പുണ്ടാക്കുന്നൊരു സാധനമാണ്. ഏകദേശം മണമൊന്നുമില്ല, പക്ഷേ ജ്യൂസിനകത്തൊക്കെ മിക്സ് ചെയ്ത് തരുന്ന കഴിക്കണം. അപ്പോൾ നൊങ്ക് കഴിച്ചു നോക്കാം.
നല്ല ചൂടത്ത് ഇവനാണ് താരം, സംഭാരം. നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിലെ മോഹനൻ ചേട്ടൻ്റെ കടയിലാണ്. ഇവിടുത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്തൊരു തിരക്കാണ്. നല്ല മോര്. ചേട്ടാ, ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് ഈ മോരിൽ, സംഭാരത്തിൽ? അയ്യോ, ഇതെന്താ ഇത്? ആഹാ, ഇതെന്താണ് സംഭവം? ഓക്കെ ഓക്കെ, ശരി. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ആൾ കണ്ട പോലെയല്ല, വലിയ ഫ്രൈ ഒക്കെ ചെയ്ത് ഭയങ്കര തിരക്കുള്ളൊരു കിടക്കാരനാണ്. പിന്നെ എന്താ ഇഞ്ചി, ഇത് മല്ലിയില എല്ലാം ചേർക്കുന്നുണ്ടല്ലേ? 12 ഐറ്റം. ഇത് ഈ സാധനത്തിനകത്ത് 12 ഐറ്റം ചേരുമെന്നാണ് മോഹൻ ചേട്ടൻ പറയുന്നത്. എന്തൊക്കെയാട്ടാ അത്? രഹസ്യം ഇവിടെ. ഇതെനി വായിച്ച് വരണമെങ്കിൽ ഞാൻ നേരം വിളിക്കും. ചേട്ടൻ തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. ആ, ഇഞ്ചി, ആ, പച്ചമുളക്, ആ, കാന്താരി മുളക്. ഓക്കെ. കാന്താരി മുളക് ഇപ്പോൾ 800 രൂപ ആയതുകൊണ്ട് ഇല്ല, സാധനം കിട്ടാനില്ല. ഓക്കെ. മാലി മുളക്, ആ, 4 ഐറ്റം മുളക് തന്നെ ചെയ്യും. ഓ ശരി. അപ്പോൾ 4 ഐറ്റം മുളക് ഉണ്ട്. ഈ പച്ചമുളക്, മാലി മുളക്, ഇതെന്ത് മുളക്? ഗുണ്ടുമുളകോ? മാലി മുളക്, ഗുണ്ടുമുളക് എന്ന് പറയും. മാലി മുളക്, ചെറിയ ഉള്ളി, നാരങ്ങ, അല്ല വെളുത്തുള്ളി, നാരങ്ങ, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി ഇട്ട് ഏകദേശം ഒരു 12 ഐറ്റം. കായപ്പൊടി എല്ലാം കൂടി ഇട്ട് 12 ഐറ്റം ചേരുന്നത്. പൈനാപ്പിളും ചേർക്കും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും പച്ചമാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ 12 ഐറ്റം ചേർന്ന സംഭാരമാണിത്. എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞ 2 കിളി ഇങ്ങനെ പറന്നു പോകുന്നൊരു സാധനമാണ് ശരിക്കും. അതായത് നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക്. നല്ല ചൂടത്തൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നിട്ട് ഈ ഒരു സംഭാരം കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ വേനൽക്കാലത്ത് സംഭാരം കുടിക്കുക ആരോഗ്യത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് കിഴക്കോട്ടിലെ മോഹനൻ ചേട്ടൻ്റെ സംഭാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12 ഐറ്റം ചേരുന്നതാണ്. സൂപ്പർ. ഇതെല്ലാം ഓറഞ്ചൊക്കെ ഇട്ട് നല്ല സർബത്താണ്. നിറനണ്ടിയൊക്കെ ഇട്ട് ഓറഞ്ച്, നാരങ്ങ, എന്താ പറയുക, കശകശയൊക്കെ ഇട്ട് നല്ല ഐസൊക്കെ ഇട്ട് നല്ല സർബത്ത്. ഇതിന് സർബത്ത് തന്നെ അല്ലേ? ഓക്കെ, ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ. ഓറഞ്ചാണ് മൊത്തം. സൂപ്പർ. എരിവൊക്കെ അങ്ങ് പോയി. അപ്പം മോഹൻ ചേട്ടൻ്റെ മോര് കുടിച്ചപ്പോഴത്തേക്ക് നല്ല എരിവായിരുന്നു. ആ എരിവെല്ലാം ഈ ഒരൊറ്റ സർബത്ത് കൊണ്ട് ശകലം ഒന്ന് കുടിച്ചതേ മൊത്തം പോയി. Salt and pepper. Bum 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 bum.